എങ്ങനെയാണ് സ്പീഡിൽ പഠിക്കുന്നതെന്ന് നോക്കാം. എനിക്ക് പൊതുവേ സ്പീഡിൽ പഠിക്കാനാണ് ഇഷ്ടം. കാരണം ഞാൻ പതിയെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഉറക്കം വരികയും ബോറടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും നല്ല സ്പീഡിൽ അങ്ങ് പഠിച്ചു തീർക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമേ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കും. അതായത് തലേന്നേ തീരുമാനിക്കും നാളെ എപ്പോൾ പഠിക്കണമെന്ന്. മാത്രമല്ല ഏതൊക്കെ ടോപ്പിക് പഠിക്കണമെന്ന് എഴുതി വെക്കുകയും ചെയ്യും. ഒരു ലക്ഷ്യമില്ലാതെ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ അത് പഠിക്കണോ ഇത് പഠിക്കണോ എന്ന് ആലോചിച്ച് തന്നെ കുറേ സമയം പോകും. പക്ഷേ പ്രീ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് എഴുന്നേറ്റ് കറക്റ്റ് പഠിച്ചങ്ങ് തീർക്കാൻ കഴിയും. 5 ടോപ്പിക്കാണ് എഴുതി വെച്ചിട്ടുള്ളതെങ്കിൽ ഓരോ ടോപ്പിക്കിനുള്ള സമയം കൂടി മെൻഷൻ ചെയ്യും. ഇപ്പോൾ ഒരു ടോപ്പിക് പഠിക്കാൻ 25 മിനിറ്റ്, നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാൻ 25 മിനിറ്റ്, അങ്ങനെ സമയം മെൻഷൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ 25 മിനിറ്റിനുള്ളിൽ പഠിച്ചു തീർക്കാനുള്ളൊരു ധൃതിയായിരിക്കും നമുക്ക്. നല്ല മടി തോന്നുന്ന ടോപ്പിക്കാണെങ്കിൽ ഈ 25 മിനിറ്റ് എന്നുള്ള സ്റ്റോപ്പ് വാച്ച് അങ്ങ് ഓണാക്കി വെക്കും. അത് ഫോണിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ അലാം സെറ്റ് ചെയ്താലും മതി. അപ്പോൾ അത് തീരുന്നതിന് മുമ്പ് പഠിച്ച് തീർക്കണം എന്നുള്ള ഒരു ധൃതി കൊണ്ട് പെട്ടെന്ന് ഞാൻ പഠിച്ചു തീർക്കും. സ്പീഡിൽ പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് ചെയ്യുന്ന കാര്യം കുറച്ച് ഉറക്കെ വായിച്ച് പഠിക്കും. ഒരുപാട് സൗണ്ടിലല്ല, കാരണം ഒരുപാട് സൗണ്ടിൽ നമ്മൾ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ടയേർഡാകും. ഒരു മീഡിയം സൗണ്ടിൽ നമ്മൾ സംസാരിച്ച് പഠിക്കണം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോയോ ഏതെങ്കിലും ഒരു പാവയോ നോക്കി പഠിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുമ്പോഴത്തേക്ക് സ്പീഡ് പഠിച്ചു പോകും. വേറൊന്നും ചിന്തിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ അനിയത്തിമാരോ ചേട്ടന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിച്ചാലും മതി. അടുത്തത് പലരുടെയും പ്രശ്നം ടഫായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാനായിരിക്കും അല്ലേ. അതിലാണ് നമ്മുടെ സമയം മുഴുവൻ പോകുന്നത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ, എനിക്ക് പ്രത്യേകിച്ച് +2 സമയത്തൊക്കെ കൂടുതലും കണക്കായിരുന്നു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ആ കണക്കിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന, സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ അറിയാവുന്ന ആൾക്കാരടുത്ത് ചോദിച്ച് നേരത്തെ മനസ്സിലാക്കി വെക്കും. ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കും, അല്ലെങ്കിൽ ഒരു ഐഡിയ തയ്യാറാക്കും. എന്നിട്ട് പഠിക്കാനിരിക്കുമ്പോൾ സ്പീഡിൽ പഠിക്കും. അല്ലാതെ നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ ഇത് ആദ്യം തൊട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അന്നത്തെ ദിവസം. അതേസമയം ഫ്രീ ടൈമിൽ അത് ആരത്തിലൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ അധ്യാപകരുടെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പിന്നീട് പഠിക്കാനിരിക്കുമ്പോൾ നല്ല സ്പീഡിൽ പഠിക്കാനും കഴിയും. സ്പീഡിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് കൂടും. ഇത്രയും സമയം കൊണ്ട് പഠിച്ചല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും. ഇനി ഇങ്ങനെ സ്പീഡിൽ പഠിച്ചാൽ മാത്രം മതിയോ? റിവിഷൻ കൂടി വേണം. ഇല്ലെങ്കിൽ സ്പീഡിൽ പഠിക്കുന്ന കാര്യങ്ങൾ അതേ സ്പീഡിൽ മറന്നു പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ സാവധാനം പഠിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മറക്കില്ല. അവർക്കത് എന്നും മൈൻഡിലുണ്ടാവും. കാരണം അത്രയും മനസ്സിലാക്കി അവർ മൈൻഡിലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്രയും സമയമില്ല, അതുകൊണ്ടാണ് നമ്മൾ സ്പീഡിൽ പഠിക്കുന്നത്. ആ സ്പീഡിൽ പഠിക്കുന്ന കാര്യങ്ങൾ അതേ സ്പീഡിൽ മറക്കാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്രയും സ്പീഡിൽ തന്നെ റിവിഷനും ചെയ്യണം. ഇന്നൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് റിവിഷൻ ചെയ്തിട്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ രാവിലെ വീണ്ടും അത് ഓർക്കാൻ ശ്രമിക്കും. അങ്ങനെ സ്പീഡ് റിവിഷൻ ചെയ്യുമ്പോൾ എനിക്ക് പരീക്ഷയ്ക്കും സ്പീഡിൽ ഇതിൻ്റെ ആൻസറുകൾ മനസ്സിലേക്ക് വരുന്നതാണ്. സ്പീഡിൽ പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഡിസ്ട്രാക്ഷൻ സംഭവിക്കില്ല. നമ്മൾ ഒരിക്കലും പിന്നീട് പഠിക്കാമെന്നൊന്നും പറഞ്ഞ് മാറ്റി വെക്കത്തില്ല. ഇപ്പം എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര എനർജറ്റിക്കായിട്ട് നിൽക്കും. നമുക്ക് ബോറടിക്കില്ല. നാളെ പഠിക്കാം, ഉറക്കം വരുന്നു എന്നൊരു എക്സ്ക്യൂസസ് ഒന്നും വരത്തില്ല. നമ്മുടെ മനസ്സിങ്ങനെ സ്പീഡിൽ നിൽക്കുകയാണ്, പഠിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കും. നിങ്ങൾക്ക് പരീക്ഷാ സമയത്ത് നാളെയാണ് പരീക്ഷ, നിങ്ങൾ തലേന്ന് കിടന്ന് ഉറങ്ങില്ലല്ലോ. തലേന്ന് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ആ ടോപ്പിക്ക് പഠിക്കണം, ഈ ടോപ്പിക്ക് പഠിക്കണം, അങ്ങനെ നിങ്ങളുടെ മനസ്സിലൊരു വെപ്രാളോ ഒരു സ്പീഡും ആയിരിക്കും. ആ സ്പീഡ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ചില ആളുകളിൽ ഈ സ്പീഡിനൊപ്പം ടെൻഷൻ കൂടി കയറി വരും. അത് നല്ലതല്ല. കുറച്ച് ടെൻഷൻ മതി. ടെൻഷനൊന്നും ഓവർ ആവാൻ പാടില്ല. ടെൻഷൻ ഓവറായി കഴിഞ്ഞാൽ ഉള്ളതും കൂടി നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകും. സോ ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ സ്പീഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചെറിയ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്തിയാണ്. ഒരിക്കലും ടെൻഷനെ ഓവർ ആവാതിരിക്കാൻ കൂടി ശ്രമിക്കുക. സ്പീഡിൽ പഠിക്കണമെങ്കിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ എല്ലാ നോട്ട്സും ഉണ്ടായിരിക്കണം. പഠിക്കാൻ ഇരിക്കുമ്പോഴല്ല നോട്ട്സ് എഴുതേണ്ടത്. നോട്ട്സൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എഴുതി വെക്കുക, എവിടെന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ തന്നെ റെഫർ ചെയ്ത് ഞാൻ തന്നെ നോട്ട് ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ ഫ്രീ ടൈമിൽ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി നമുക്കൊരു 11:30 ആകുമ്പോൾ ഉറക്കം വരുമോ, ആ സമയത്തൊക്കെ നോട്ട്സ് തയ്യാറാക്കുക. നോട്ട്സ് എഴുതി പിന്നെ നമ്മൾ ഉറങ്ങിപ്പോയിക്കോളും. ആ സമയം നമ്മൾ പഠിക്കാനല്ലല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോട്ട്സ് നേരത്തെ തയ്യാറാക്കി വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് സ്പീഡിൽ ഇത്ര ടോപ്പിക്ക് കവർ ചെയ്യാൻ കഴിയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. താങ്ക് യു.